രാഘവ, മര്യാദക്ക് സത്യം പറയടാ. എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. പ്രായം കുറേ ആയില്ലേ സാറേ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പറയണേലും എന്താ വിരോധം സാറേ? മരിച്ചുപോയ കൂട്ടത്തിൽ എൻ്റെ മോനൂല് സാറേ. രാഘവൻ ചേട്ടാ, ചേട്ടന്റെ മകനെ കൊന്നവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് എനിക്ക് ഓർമ്മയില്ല സാറേ. എന്റെ തൃപ്പങ്ങാട്ട് ഭഗവതി എന്നെ സത്യം, എനിക്കൊന്നും ഓർമ്മയില്ല സാറേ. നിർത്തറ സിജോ, ഇവ മറന്നുപോയതാണെങ്കിലും അല്ലെങ്കിലും 1989 ഇവൻ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. എന്തായാലും കൃഷ്ണദാസിന്റെ സർജറി നടന്ന ടൈമില് ഡോക്ടർ അലക്സാണ്ടറും സേവി പുന്നൂസും സെൽവരാജൊക്കെ അവിടെ PG സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. യു നോ വാട്ട് ദാറ്റ് മീൻസ്? കൃഷ്ണദാസിന്റെ സർജറിയിൽ ഇവരെ 3 പേരും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സർ? ബട്ട് രാഘവൻ, കൃഷ്ണദാസിനെ കിട്ടണം. എങ്കിൽ മാത്രമാണ് ഈ കുരുക്ക് പൂർണ്ണമായിട്ട് അടിക്കാൻ പറ്റൂ. സാർ, അലക്സാണ്ടർ വീട്ടിലെത്തിയിട്ടുണ്ട്. അയൽക്കാരൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതാ. അയാളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ, why did you come back? ഞാൻ ഓടി മടുത്തു. എനിക്കിനി വയ്യ. നിങ്ങളിങ്ങോട്ട് നേരിട്ട് വാ, ഞാനെല്ലാം പറയാം. ഐ തിങ്ക് യു ഡിസേർവ് ടു നോ. നമ്മളവിടെ ഓടിയെത്തുമ്പോഴേക്കും രാത്രിയാവും. ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് അയാളുടെ കൂടെ ആളുണ്ടാവണമെന്ന് പറയണം. സർ, സർ, അലക്സാണ്ടർ അകത്തുണ്ട്. സ്റ്റെപ്പ് കയറി 2ാമത്തെ മുറി. ഡോക്ടർ, ഒന്ന് രണ്ട് മെയിലുകൾ ചെയ്യായിരുന്നു. ഇനിയിപ്പം എന്നാന്ന് ഓർത്തിട്ടാ. അലക്സാണ്ടറിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടുന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കുറച്ച് കൃഷ്ണദാസ്, നിക്ക്, എങ്ങോട്ടാ? ടോർച്ച് ഉണ്ടോ ഇവിടെ? എല്ലാത്തിനും പിറക്കിയെടുക്കണോ? കൃഷ്ണദാസ്, ലെറ്റ്സ് ഗോ.
അയാൾ പണ്ടേ ദുഷ്ടനാണ് സാറേ. എന്റെ മകൻ തല തെറിച്ച പോയതേ ഇയാളുടെ ഒറ്റ കുഴപ്പം കൊണ്ടാ സാറേ. അയാള് കാരണം അവൻ ചാകുകയും ചെയ്തു. അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ. കല്യാണത്തിനൊക്കെ മുൻപ് ലാബില് മൃതദേഹം കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കൂലേ പഠിക്കാനായിട്ട്, ആ പണിയായിരുന്നു. അയാൾക്കിപ്പോ ഒന്നും ഓർമ്മയില്ലെന്നാ പറയണ. ഓർമ്മ ഉണ്ടെങ്കിലും അയാൾ ഒന്നും പറയൂല സാറേ. സാറേ ഒരു കാര്യം പറയാനില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലെ കാര്യം ചോദിച്ചോണ്ട് 5-6 മാസം മുന്നേ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു. വെളുത്തിട്ട് പൊക്കമുള്ള ഒരാളായിരുന്നു സാറേ. തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്നാ പറഞ്ഞേ. ഒരു ഡോക്ടർ രാഘവൻ അല്ലേ? അതെ. ആരാ? സാറേ, ആ കൊച്ചിനെ പെങ്ങള് ആ കാലത്ത് അവിടെ പഠിച്ചിരുന്നെന്നോ. അയാളൊരു പേര് പറഞ്ഞായിരുന്നല്ലോ, സുജ എന്നാ പറഞ്ഞ. ആ പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തെന്ന അതിനെ പറ്റിയൊക്കെ വല്ലതും അറിയാവുന്നൊക്കെ ഇങ്ങേരോട് കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നും പറഞ്ഞത് അങ്ങേർക്കൊന്നും ഓർമ്മയില്ലെന്നാ. ഇയാളാണോ? ആ ഈ പയ്യനാണ് സാറേ. SM ഹോസ്പിറ്റൽ, സുജ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ശബ്ദം നഷ്ടപ്പെട്ട കൃഷ്ണദാസിന്റെ കേസും ഈ ഡോക്ടർ അരുണിന്റെ സിസ്റ്റർ സുജയുടെ മരണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് സാർ. ബട്ട് നത്തിങ് മേക്സ് സെൻസ്. ശരത് സർ. ഹലോ ദിവ്യ മാം, ഞാനിവിടെ SM ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ അരുൺ ഇവിടെ സ്ഥലത്തില്ല മാം. പിന്നെ അരുൺ കോഴിക്കോടാണുള്ളത്. അവിടെ സൺറൈസ് ഹോസ്പിറ്റലിൽ വൈകിട്ടൊരു സർജറിക്ക് വിസിറ്റിംഗ് ന്യൂറോ സർജനായിട്ട് ഡോക്ടർ അരുണാണ്. ആ സർജറിയിലെ പേഷ്യന്റ് ഡോക്ടർ സേവി പുന്നൂസ്. കറക്റ്റ് സർ. പിന്നെ ഡോക്ടർ അരുണിന്റെ ഫോണ് നോട്ട് റീച്ചബിൾ ആണ്. Get ready, trace the number and find him! Sir. ഹലോ, ഇത് തൃശൂർ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ്. കാലിക്കറ്റ് സൺറൈസ് ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു യൂണിറ്റ് ഇവിടെ വേണം. ഇപ്പൊ തന്നെ മാറൂ. ആ സർ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ആണ് ഡോക്ടർ അരുൺ ഇവിടെ വിസിറ്റിംഗ് സർജനായിട്ട് എത്താറുള്ളത്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം കോഴിക്കോടുള്ള തറവാട് വീടിന്റെ റിനോവേഷൻ സൂപ്പർവൈസ് ചെയ്യാൻ പോകാറുള്ളത്. അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടായിരിക്കും സാറ് വിളിച്ചിട്ട് കിട്ടാത്തത്. തറവാടോ? ആ, അവര് കോഴിക്കോടുകാരാണല്ലോ. പണ്ട് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയതല്ലേ. എനിവേ, ഞാൻ വീടിന്റെ ലൊക്കേഷൻ സാറിന് സെൻഡ് ചെയ്യാം. സിജോ സാർ, നമുക്ക് 2 ആയിട്ട് പിരിയാം. ദിവ്യ നേരെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. സർ